സരസ്വതി കോളേജ്, തായംകുളങ്ങര, ചേർപ്പ്, കോൺവെന്റ് സ്കൂളിന് സമീപം, കരുവന്നൂർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. അതിൽ 2 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്, ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ടേഷൻ. അതിൽ പാസീവ് ട്രാൻസ്പോർട്ടേഷനിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്തെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ 3 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. മോളിക്യൂൾസിൻ്റെ 3 ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിന് ഈ ഏരിയയിൽ നിന്നും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 3 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സിംപോട്ട്, ആൻഡ് സെക്കൻഡ് വൺ ആൻറ്റിപോട്ട്, തേർഡ് വൺ യൂണിപോട്ട്. ഇവ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സിംപോട്ട് എന്ന് പറയുന്നത്. സിംപോട്ട് എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു സെല്ലിൽ നിന്നും ഒരുമിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഒരേ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് സിംപോട്ട്. ആ സിംപോട്ടിൽ അതിൽ തന്നെയുണ്ട് സെയിം ഡയറക്ഷനിലായിരിക്കും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ 2 വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് ഒരു സെൽ മെംബ്രെയിനിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് ക്രോസ് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ പിക്ചർ നിങ്ങൾ നോക്കിക്കേ. പിക്ചറിൽ കാണാൻ പറയണത് എ എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്, ബി എന്ന് പറയുന്ന അനദർ മോളിക്യൂൾസ്. അപ്പോൾ 2 വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ അത് ഒരേ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് മോളിക്യൂൾസ് നമുക്കറിയാം. മൂവ് ചെയ്യണത് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൽ വാള് ക്രോസ് ചെയ്യും. സെൽ വാൾ അല്ലെങ്കിൽ പറയണതാണ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഒരു മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് വേണം മോളിക്യൂൾസിന് മൂവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ സെൽ വാളിൽ കൂടെയുള്ള 2 വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഒരു സെല്ലിനകത്തേക്കാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ 2 മോളിക്യൂൾസ് ഒരുമിച്ചായിരിക്കും മൂവ് ചെയ്യുക. അന്യ സെല്ലിൻ്റെ പുറത്തേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്താണ്? 2 മോളിക്യൂൾസും ഒരുമിച്ചായിരിക്കും പുറത്തേക്ക് മൂവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വണ്ണാണ് ആൻറ്റിപോട്ട്. ആൻറ്റിപോട്ട് എന്ന് പറയുന്നത് 2 വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന മോളിക്യൂൾസ് സെല്ലിൻ്റെ അകത്തേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ ബി എന്ന് പറയുന്ന മോളിക്യൂൾസ് സെല്ലിൽ നിന്നും പുറത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം ഉള്ളിലോട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം സെല്ലിൽ നിന്നും പുറത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ പറയണതാണ് ആൻറ്റിപോട്ട്. ഇനി ലാസ്റ്റ് വണ്ണാണ് യൂണിപോട്ട്. യൂണിപോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മോളിക്യൂൾസ് ഒരു മെംബ്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നത് മറ്റുള്ള അതർ മോളിക്യൂൾസിനെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, സ്വതന്ത്രമായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള മോളിക്യൂൾസിനൊന്നും നോക്കാതെ സ്വതന്ത്രമായിട്ടായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ പറയണതാണ് യൂണിപോട്ട്. ഇപ്പോൾ നമ്മുടെ NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പിക്ചർ നോക്കി വയ്ക്കുക. എക്സാമിന് പിക്ചർ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാ പിക്ചേഴ്സും നമ്മൾ നോക്കി വയ്ക്കണം ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇതും കൂടി അതിൽ കൂടി നോക്കി പഠിക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിനിൽ കൂടിയുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്നതാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും. അപ്പോൾ ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഒരു സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിനിലൂടെയാണെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ പറയുന്നതാണ് ഓസ്മോസിസ്.
ഇപ്പം നമ്മുടെ സെല്ലിലത്തെ എല്ലാ മെംബ്രെയിൻസും എന്ന് പറഞ്ഞിരിക്കുന്നത് സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിൻ അല്ല. അപ്പോൾ സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിൻ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ ഓർഗനൽസ് ആയിട്ടുള്ള വാക്യൂൾസ്. അപ്പം വാക്യൂൾസിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് മെംബ്രെയിനെ പറയണതാണ് ടോണോപ്ലാസ്റ്റ്. അപ്പോൾ ടോണോപ്ലാസ്റ്റ് ഒരു സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിനാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് സെല്ലിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനും സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിന് എക്സാമ്പിളാണ്. ടെക്സ്റ്റിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, എ എന്ന് പറയുന്ന ഒരു ചേമ്പർ, ബി എന്ന ചേമ്പർ. ഇതിൽ രണ്ടിലും വ്യത്യസ്ത തരം സൊല്യൂഷനാണുള്ളത്. അതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്തൊരു സെമി പെർമെബിൾ മെംബ്രെയിനുണ്ട്. അപ്പോൾ എയിലെന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ബിയിലെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന ചേമ്പറിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് എ എന്ന ചേമ്പറിൽ നിന്നും ബിയിലോട്ടേക്കായിരിക്കും. ഒരു സെമി പെർമെബിൾ മെംബ്രെയിനിൽ കൂടിയായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതിൽ ഇക്വിലിബ്രിയം ബിയിൽ എന്ന് പറഞ്ഞിരിക്കണം എയിലും എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് സെയിം ആകുന്നത് വരെ എയിൽ നിന്നും ബിയിലോട്ടേക്ക് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യും. എന്നിട്ട് അവരെന്താണ് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. Rate of osmosis depend on the pressure gradient and the concentration gradient. അപ്പോൾ ഒരു പ്രഷറും ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റുമാണ് ഒരു ഓസ്മോസിസിൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്കൂളുകളിൽ ഓസ്മോസിസിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓസ്മോസിസിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് നോക്കാം. അപ്പോൾ അതിനുള്ളൊരു പിക്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബീക്കർ വേണം. ബീക്കറിൽ പ്യുവർ വാട്ടർ വേണം. പിന്നെ ഒരു തിസിൽ ഫണൽ വേണം. തിസിൽ ഫണലിൽ നമ്മൾ എടുക്കുന്നത് സൂക്രോസ് സൊല്യൂഷനാണ്. അപ്പോൾ ആ തിസിൽ ഫണലിൻ്റെ അഗ്രഭാഗം നമ്മൾ ഒരു സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിൻ കൊണ്ട് എന്ന് പറയുന്നത് കവർ ചെയ്യും. ആ സെലക്റ്റീവ്ലി പെർമെബിൾ മെംബ്രെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് എഗ് മെംബ്രെയിനാണ്. അപ്പോൾ എഗ് മെംബ്രെയിൻ കൊണ്ട് തിസിൽ ഫണലിൻ്റെ അഗ്രഭാഗം നമ്മൾ കവർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ബീക്കറിലെ ജലത്തിലേക്ക് എന്ന് പറയുന്നത് ഈ സുക്രോസ് സൊല്യൂഷൻ നിറച്ചിട്ടുള്ള തിസിൽ ഫണൽ തലക്കീഴായിട്ട് വയ്ക്കുന്നതാണത്. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് തിസിൽ ഫണലിലുള്ള ഇനീഷ്യൽ വോളിയം നോക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് തിസിൽ ഫണലിലെ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടിയിരിക്കുന്നതായിട്ട് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണത് ബീക്കറിലുള്ള പ്യുവർ വാട്ടർ എന്താണത് ആ എഗ് മെംബ്രെയിനിലൂടെ എവിടേക്ക് എത്തി സുക്രോസ് ലൈനിലേക്ക്, അതായത് തിസിൽ ഫണലിലേക്ക് എൻട്രി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ പിക്ചറിൻ്റെ തൊട്ട് അടുത്ത് സെക്കൻഡ് പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട് ഓസ്മോട്ടിക് പ്രഷർ കാണിക്കുന്ന ഒരു പിക്ചർ. അപ്പം എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? നമ്മൾ തിസിൽ ഫണലിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പർ പാർട്ടിലേക്ക് ഒരു മിനിമം പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബീക്കറിൽ നിന്നും പ്യുവർ വാട്ടർ എവിടേക്ക് എൻട്രി ചെയ്യില്ല, തിസിൽ ഫണലിൻ്റെ അതായത് സൂക്രോസ് സൊല്യൂഷനിലേക്ക് പ്യുവർ വാട്ടർ എൻട്രി ചെയ്യണത് എന്ന് പറയുന്നത് അവിടെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ആ കൊടുക്കുന്ന പ്രഷറിനെ പറയണതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ സെക്കൻഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് അതിൻ്റെ തിസിൽ ഫണലിൻ്റെ അപ്പർ പാർട്ടിൻ്റെ എപ്പോഴും നമ്മളൊരു സൊല്യൂഷനിലേക്കാണ് എന്ന് പറയുന്നത് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം സൊല്യൂഷനിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബീക്കറിലുള്ള പ്യുവർ വാട്ടർ സെമി പെർമെബിൾ മെംബ്രെയിനിൽ കൂടെ എവിടേക്ക് എൻട്രി ചെയ്യില്ല, തിസിൽ ഫണലിൻ്റെ അകത്തേക്ക് സൊല്യൂഷനിലേക്ക് എൻട്രി ചെയ്യില്ല. അപ്പോൾ ആ പ്രഷറിനെ പറയുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും അത് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും.